ഞങ്ങളങ്ങോട്ട് പോവാട്ടോ എറണാകുളത്തേക്ക് 3-3.5 കൊല്ലത്തിന്റെ ശേഷം അളിയൻ വരിക നാട്ടിക്ക്. അപ്പൊ നമ്മൾ പോണത് കുതിരാൻ തുരങ്കം വഴി തന്നെയാണ് കേട്ടോ. ഇത് ദുബായിലോ സൗദി അറേബ്യയിലോ ഒന്നുമല്ല, നമ്മളെ കേരളത്തിൽ തന്നെ കുതിരാൻ തുരങ്കം, പാലക്കാട് തൃശ്ശൂർ റോഡ് ബന്ധിപ്പിക്കുന്ന തുരങ്കം. ഇതിന്റെ ഉള്ളിൽ കൂടി പോവാനുള്ള ടോൾ ബൂത്ത് ആണ് അല്പം മുമ്പ് കഴിഞ്ഞു കേട്ടോ. എന്തൊക്കെയായാലും 1.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ടണൽ തന്നെയാണ്. സംഗതി അടിപൊളിയാണ്, നല്ല ഉപകാരം കേട്ടോ. നല്ലത് കണ്ട നല്ലത് തന്നെ പറയണം നമ്മള്. ഇതിനു വേണ്ടി മുൻകൈ എടുത്ത ആളുകൾക്കും പണി കഴിപ്പിച്ച ആളുകൾക്കും 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കയറാട്ടോ. അതെ, തൃശ്ശൂരുള്ള യുണീക്ക് റെസ്റ്റോറന്റ് തന്നെയാണ്. ദോശയും ചട്നിയും ഉഴുന്നുവടയും നമ്മളെ പൊടിച്ചായും പൊളി. ഗൾഫ് കണ്ടിക്കണോ? എറണാകുളത്തേക്കല്ലേ? ഇത് പിന്നെ നമ്മളെ കണ്ണിലുണ്ടി ആയിട്ടുള്ള വിവാദങ്ങളുടെ മുതിറായിട്ടുള്ള പാലേക്കര ടോളാട്ടോ. നൈത കടക്കണം മറ്റൊരു കണ്ണിലുണ്ട്. ഉമ്മറാക്കു മണ്ണാർക്കാട് ടാക്സി ഡ്രൈവറാണ്. അടിപൊളി ഡ്രൈവിംഗ് ആണ്, ഉഷാറാണ്. മൂപ്പര് വണ്ടി ഓടിക്കുമ്പോ വണ്ടിയിൽ ഇരുന്ന് ചായ വരെ കുടിക്കുക, ഒരു തുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല. വിശ്വാസല്ലേ? ഇതാ കണ്ടോളി. വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ആരും എന്ത് തേഞ്ഞോരില്ല. മാഷാഅല്ലാ, ചില ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. അതാണ് ഡ്രൈവിംഗ്. എന്തായാലും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഈ കാണുന്നമാതിരി പിരിവുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവാക്കാൻ പറ്റില്ലല്ലോ. ഒരു കൊഞ്ഞോനെ കുത്തി ഒറ്റ പോക്ക് നേരെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക്. അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. റാസിന്റെ അമ്മക്ക്, അതായത് എന്റെ അമ്മായിമാക്ക് എക്സ്കലേറ്ററിൽ കയറിയില്ല പരിചയമില്ലാന്ന്. അമ്മ നടക്കണതാ നടക്കണ്ട അറിയാം, നടക്കണു. അവിടെ നിന്നോടുത്താ മതി, നിന്നാ മതി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആള് അല്പസമയം വഴുകുന്നുണ്ടെങ്കിൽ നേരെ മേലെ പോവാ, 30 രൂപ കൊടുക്കുക. ഇതുപോലെ ഫ്ലൈറ്റ് ഇറങ്ങണതും പോണൊക്കെ ശരിക്കും വ്യക്തമായിട്ട് കാണാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ആളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. എന്തായാലും കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയാട്ടോ. തമാശയും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ സ്വന്തം മകന് 3-3.5 കൊല്ലത്തിന്റെ ശേഷം വരുമ്പോ ഏതൊരു മാതാവിന്റെയും പിതാവിന്റെ ഉള്ളിലുണ്ടാവും ഒരു പടപടപ്പ്. കാരണം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രവാസിയായിരുന്നല്ലോ. അപ്പൊ നമ്മക്കത് വേ കത്തും. അങ്ങനെ അളിയനി പൊക്കി പോരുന്ന സമയത്താണ് റാഷിക്ക് ഒരു പൂതി ലുലു മാളിലൊന്ന് പോണെന്ന്. അതൊക്കെ പറഞ്ഞിരിക്കുന്ന നേരത്താണ് വയറ്റുന്ന സിഗ്നൽ വരുന്നത് നേരെ അങ്ങെത്തി എന്നുള്ളത്. അപ്പൊ നേരെ കാഞ്ചിക്കട് കയറി ആലുവയിലുള്ള കാഞ്ചി റെസ്റ്റോറന്റ് കേട്ടോ. ഞാൻ പിന്നെ ഫ്രൈഡ് റൈസും ഒതുക്കി ഓല് കുടുക്ക ബിരിയാണി. മറ്റുള്ള 3 ആള് ചോറിന്റെ ആൾക്കാരായതുകൊണ്ട് അതുകൊണ്ട് ഓർഡർ ചെയ്തു കേട്ടോ. എന്നും പറഞ്ഞവർ തന്നെ ഫുഡിന്റെ ക്വാളിറ്റി ഞാൻ നോക്കണില്ല, അവിടുത്തെ വൃത്തി, അവിടുത്തെ സർവീസ്, അവിടുത്തെ സ്നേഹം, ഇത് മാത്രമേ നോക്കണുള്ളൂ. അടിപൊളിയാണ് ഫുഡും. മിയ പ്രത്യേകം പറയാണ്, നല്ല വൃത്തിയും പഠിപ്പുള്ള സ്നേഹമുള്ള ആൾക്കാരനെയാണ് കാഞ്ചി റെസ്റ്റോറന്റ് ആലുവ. നമ്മൾ അടുത്ത് എങ്ങടെ പോണേ? അടുത്തത് നമ്മളെ എവിടെ പോണേ? ലുലു മാൾ. അപ്പൊ പറയാ ഹായ് ഗായ്സ്, അടുത്ത് ഞങ്ങൾ പോണേ ലുലു മാളിലേക്കാണ് പറയും. അങ്ങനെ നമ്മള് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണുമ്പോ പഴയ നൊസ്റ്റാൾജി എനിക്ക് ഫീൽ ആവും. കാരണം നമുക്ക് പഠിച്ച സ്കൂളൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് വരില്ലേ, അതേപോലെ തന്നെ. ഒരു 4-5 കൊല്ലം ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എറണാകുളം എടപ്പള്ളിയില്. അങ്ങനെ എനിക്കൊരു പേരും വീണിനു, എടപ്പള്ളി റിയാസ്. അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ചങ്കന്മാര് ചങ്കത്തിയാളും ഇന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അൽഹംദുലില്ലാ. ഇന്നാണെങ്കിലോ തിരക്കോട് തിരക്ക്, കാല് കുത്താൻ സ്ഥലമല്ല ലുലു മാളില്. അങ്ങനെയൊക്കെ ആണെങ്കിലും മക്കൾ അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന ഒറ്റ കാര്യം കൊണ്ട് ഏത് തിരക്കാണെങ്കിലും മുന്നോട്ട് തന്നെ മുന്നോട്ട്. കണ്ടെങ്ങള് വള്ളിമ തൂങ്ങിയിട്ടും കാറിൽ കയറിയിട്ടും ബൈക്കിൽ കയറിയിട്ടും കുതിരവണ്ടി ആയിട്ടും പല പല ഐറ്റംസ് അവിടെ ഉണ്ട്. മക്കള് ചൂണ്ടിക്കാട്ടുമ്പോ അതിലാണ് കയറ്റി കൊടുക്കുക, വേറെ ഒന്നും നോക്കാല്ല. എന്നുമില്ലല്ലോ, എന്നെങ്കിലും അല്ലേ. അങ്ങോട്ട് സന്തോഷിക്കട്ടെ. എൻജോയ്.
അപ്പൊ പറഞ്ഞു വരുന്നത് നമുക്കൊരു ലൈഫ് ഉള്ളൂ, അത് നമ്മളെ ഫാമിലിന്റെ കൂടെ എൻജോയ് ചെയ്യുക, അതും പാകത്തിന്. ഇല്ലത് പോകട്ടോ, അത് പോണ അത് പോണ ഇനി പോകട്ടോ, അതേപോലെ തന്നെ പോണം, അതേപോലെ തന്നെ നമ്മൾ ഇനി പോകട്ടോ, അതുപോലെ തന്നെ ഇല്ല അതേപോലെ തന്നെ പോകട്ടോ. കൊച്ചിരിക്കുന്നില്ല സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ, സൂപ്പർ. നിരവധി അനവധി ബൈക്കുകളൊക്കെ നിർത്തിയിട്ടുള്ള ഏത് ബൈക്കുമേ കയറാം, പക്ഷെ കാർഡ് വേണം, കാർഡ് പ്രസ് ചെയ്യാൻ പോവാ. എത്ര 110 രൂപ? വേണ്ട വേണ്ട, എന്താ പോട്ടെ, വണ്ടി വിട്, ഇതുമ്പോ പിടി, ഇങ്ങോട്ട് എത്തിച്ചിപ്പിടേ കണ്ടേ. ആ ഓട്ടാണ് ഇവിടെ വണ്ടി വിട്, പോണ്ടോ? അപ്പൊ അതാ പറഞ്ഞ റാഫിനെ കൊണ്ടുവരാന്നുള്ള കള്ളപ്രചരണം, അല്ലെങ്കിൽ റാഷിനെ കൊണ്ടുവരാൻ വന്നോ. ഇപ്പൊ ലുലുമാള് കണ്ടിട്ടില്ലാറോ, ലുലുമാളും കണ്ടു അല്ലേ? ലുലുമാൾ എന്തായാലും ഇഷ്ടപ്പെട്ടില്ല റാഷിയെ. ഞങ്ങളിത് ആദ്യമായിട്ടല്ലാത്തോണ്ടേ നമുക്ക് വലിയ പ്രശ്നമില്ല. എന്തായാലും ഉഷാറായി. ഇനി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കാട്ടോ, മതിയാക്കി. അൽഹംദുലില്ലാ. ഫുഡിന്റെ ഒരു തല്ലനുണ്ട് ഇവിടെ, പല രീതിയിലുള്ള ഫുഡുകളാണ്. റാഷിയ എന്തെല്ലാം ഐറ്റംസ് ഫുഡുകളല്ലേ, തിരക്ക്. ആളുകൾ ഫുഡിന് വേണ്ടിയിട്ടാണ് ഈ അടി ഉണ്ടാക്കുന്നത്. റാഷിയ എന്തെല്ലാം തരം ഫുഡുകളുണ്ട്. ഒരു ഭാഗത്തിരുന്നിട്ട് ആൾക്കാർ കഴിക്കണമുണ്ട്, കുറേ ആൾക്കാർ കഴിക്കണുണ്ട് കണ്ടോ. കുറേ ആൾക്കാർ ഇപ്പുറത്ത് ഫുഡ് കൊണ്ടുപോകണുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം ഐറ്റം ഫുഡുകളാണോ ആയിക്കോട്ടെ, നിങ്ങളെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ലുലുമാളിൽ നിന്ന് പോകാനുള്ള പരിപാടി കേട്ടോ. റാഷിയ പോലെ പോകാൻ നേരത്ത് നല്ലൊരു ഗ്രൂപ്പ് ഡാൻസും കാണാൻ പറ്റി, അടിപൊളി, പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു. ഇൻഷാ അല്ലാഹ് എറണാകുളത്തിനോട് നമ്മൾ വിട പറയാണ്. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.